ഹായ് എവ്രിവാൻ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും ഹാപ്പി ആയിരിക്കാമെന്ന് വിചാരിക്കുകയാണ്. സോ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ, ഇതെൻ്റെ വെഡ്ഡിങ്ങിൻ്റെ മുന്നേ നമ്മളെല്ലാവരും കൂടെ പർച്ചേസിങ്ങിന് പോകുമ്പോൾ എടുത്തൊരു വീഡിയോ ആണ്. ഇതെന്നും എനിക്കൊരു മെമ്മറബിൾ ആയിരിക്കണം. ഞാൻ ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കുമ്പം എൻ്റെ കൂടെ എല്ലാവരും ഉണ്ടായിരുന്നു, എൻ്റെ എല്ലാ സന്തോഷത്തിലും സങ്കടത്തിലും എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് ചിന്തിക്കാനും കണ്ട് സന്തോഷിക്കാനും ഒക്കെ കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. സോ ഇത് ഞാൻ വെഡ്ഡിങ്ങിന് ഒരു 7 to 10 days മുന്നേ എങ്ങാണ്ടാണ് ഞാൻ വന്നത് നാട്ടിൽ. എൻ്റെ കോഴ്സെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് അൽഹംദുലില്ലാ. അപ്പം ഞാൻ നാട്ടിലെത്തിയതിൻ്റെ ശേഷമാണ് എൻ്റെ വെഡ്ഡിങ് ഉണ്ടായത്. സോ എനിക്ക് ആകെ ഉണ്ടായിരുന്നത് ഒരു 10 days ഗ്യാപ്പാണ്. അതിൻ്റെ ഉള്ളിൽ എല്ലാ കാര്യങ്ങളും ചെയ്യണമായിരുന്നു. ഞാനൊരു ബ്രൈഡ് ആകുമ്പം അതിന് വേണ്ടിയിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ നമുക്ക് ചെയ്യാൻ, ഒരു ആസ് എ ബ്രൈഡ് എന്ന നിലക്ക്. അപ്പം എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ മുന്നേ ചെയ്തു വെച്ചതുകൊണ്ട് എനിക്ക് നാട്ടിൽ വന്നപ്പം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് എൻ്റെ പോലെ എൻ്റെ കൂടെ ഉള്ളവരും അടിപൊളി ആവണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അവരെ ഡ്രസ്സായാലും അവരെ എന്ത് ആക്സസറീസ് ആയാലും എല്ലാം എനിക്ക് എന്നെക്കാൾ അടിപൊളി ആവണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരും കൂട്ടി നമ്മളെല്ലാവരും ഒരുമിച്ചാണ് ഡ്രസ്സ് എടുക്കാൻ പോയതും കാര്യങ്ങളൊക്കെ. പിന്നെ അവരെടുക്കുകയാണെങ്കിൽ തന്നെ എനിക്ക് ഹോസ്റ്റലിലാണെങ്കിലും അവരെനിക്ക് അയച്ചു തരുമായിരുന്നു, ഇത് മതിയോ അത് മതിയോ സെറ്റല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ അവരെല്ലാവരും വിളിച്ച് നമ്മളെല്ലാവരും ഒരുമിച്ചാണ് ഡ്രസ്സ് എടുക്കാനൊക്കെ പോയത്, അവർക്കുള്ള ഡ്രസ്സൊക്കെ എടുക്കാൻ പോയത്. ഇപ്പം എൻ്റെ ഉപ്പച്ചിക്കാണെങ്കിലും ഒക്കെ അനിയന്മാർ അതുപോലെ ഇത്താത്തമാർ ഒക്കെ ഉണ്ടായിരുന്നു, എൻ്റെ ഉമ്മൻ്റെ അനിയത്തിമാരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ സിസ്റ്റേഴ്സിൻ്റെ ആണെങ്കിൽ 2 പേർക്കും ഡിസൈൻ ചെയ്യിപ്പിച്ചാണ് ഡ്രസ്സ്. അപ്പം അതിൻ്റെ ബാക്കിൽ ഓടി നടന്ന് ചെയ്തതും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് അങ്ങനെ ബിസി ആവുന്നതും ആ ഒരു സ്ട്രെസ്സ് എനിക്ക് എടുക്കുന്നതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവരടിപൊളി ആവണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളതിനെ കൊണ്ടാണ് ഞാൻ ആ ഒരു ബുദ്ധിമുട്ട് അത്രയും എടുത്തത്. കാരണം എനിക്ക് എന്നെപ്പോലെ എല്ലാവരും ആ ദിവസം എല്ലാവരും ഒരുങ്ങണം, സെറ്റാവണം, അടിപൊളി ആവണം എന്നുള്ള മൈൻഡായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ആ കാര്യത്തിൽ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ആണെങ്കിൽ നമ്മളെ ഡ്രസ്സ് ഈവനിങ്ങിലാണ് അടുത്തിയത്. അപ്പോൾ കൊറിയർ ഓഫീസ് നമുക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു വേഗം വന്ന് പിക്ക് ചെയ്യാൻ പറഞ്ഞിട്ട്. പക്ഷെ അന്ന് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇന്ന് ഈ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ആണ് നമ്മളതും ഈ നൈറ്റായി ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിനിയിപ്പോൾ അവിടെ പോയിട്ട് അത് പിക്ക് ചെയ്യണം. സോ ഇതാണ് അതുപോലെ തന്നെ ആ ദിവസം തന്നെ എൻ്റെ സിസ്റ്റേഴ്സിൻ്റെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് രണ്ടും പിക്ക് ചെയ്തിട്ട് നമ്മളിതാ വീട്ടിൽ പോയി. സോ ഒരുപാട് സാധനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഓരോ ദിവസം പോകുന്നതിനും കൊണ്ട് കവറുകൾ കുറവാണ്. സോ അപ്പം എല്ലാ ദിവസവും ഇത്രയും സാധനങ്ങൾ ഉണ്ടാവും നമ്മൾ പർച്ചേസ് ചെയ്ത് വെച്ചത്. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ.